കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണം ഇനി അവസാനിച്ചു എന്ന് കരുതിയവർക്ക് വീണ്ടും നിരാശ. രാത്രി സമയത്തെ വൈദ്യുതി നിയന്ത്രണം തുടരുമെന്ന് KSEB അറിയിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ സാഹചര്യം? മഴക്കാലമായിട്ടും കേരളം എന്തുകൊണ്ട് വൈദ്യുതി ക്ഷാമം നേരിടുന്നു? ഇനി ജനങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? കേരളത്തിൽ ജൂൺ 16 മുതൽ രാത്രി 6 മണി മുതൽ അർദ്ധരാത്രി വരെ നടപ്പാക്കിയിരുന്ന വൈദ്യുതി നിയന്ത്രണം ഇനി കുറച്ചുകാലം കൂടി തുടരും. സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യതയിൽ വലിയ കുറവ് തുടരുന്നതിനാലാണ് ഈ തീരുമാനം. സാധാരണയായി മഴക്കാലം എത്തിയാൽ വൈദ്യുതി ഉപയോഗം കുറയുകയും ജലവൈദ്യുത ഉൽപ്പാദനം വർദ്ധിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഇത്തവണ സ്ഥിതി വ്യത്യസ്തമാണ്. ഇതിന് പ്രധാന കാരണമായി പറയുന്നത് എൽ നീനോ പ്രതിഭാസത്തെയാണ്. എൽ നീനോയുടെ സ്വാധീനത്തിൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ചൂട് അസാധാരണമായി ഉയർന്നു. അതിന്റെ ഫലമായി എയർ കണ്ടീഷണർ, കൂളർ തുടങ്ങിയവയുടെ ഉപയോഗം വർദ്ധിക്കുകയും രാജ്യവ്യാപകമായി വൈദ്യുതി ആവശ്യകത കുതിച്ചുയരുകയും ചെയ്തു. അതേസമയം കേരളത്തിന് മറ്റൊരു വെല്ലുവിളിയുണ്ട്. മാർച്ചിലും ഏപ്രിലും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കടം വാങ്ങിയ വൈദ്യുതി ഇപ്പോൾ തിരിച്ചു നൽകേണ്ട സമയമാണ്. അതിനാൽ സംസ്ഥാനത്ത് ലഭ്യമായ വൈദ്യുതിയുടെ അളവ് വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. KSEBയുടെ കണക്കുകൾ പ്രകാരം ഈ വർഷം മഴക്കാലമായിട്ടും പ്രതിദിന വൈദ്യുത ഉപയോഗം പ്രതീക്ഷിച്ചതുപോലെ കുറഞ്ഞിട്ടില്ല. കഴിഞ്ഞ വർഷം ജൂണിൽ പ്രതിദിന ഉപഭോഗം ഏകദേശം 80 മില്യൺ യൂണിറ്റിലേക്ക് താഴ്ന്നിരുന്നു. എന്നാൽ ഇത്തവണ അത് ഏകദേശം 92 മില്യൺ യൂണിറ്റിന് സമീപമാണ് തുടരുന്നത്. അതായത് സാധാരണയേക്കാൾ ഏകദേശം 10 മില്യൺ യൂണിറ്റ് അധിക വൈദ്യുതിയാണ് പ്രതിദിനം ഉപയോഗിക്കുന്നത്. പീക്ക് സമയത്ത് വൈദ്യുതി ആവശ്യകതയും വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. KSEB പ്രതീക്ഷിച്ചിരുന്നത് ഏകദേശം 4100 മെഗാവാട്ട് ആയിരുന്നെങ്കിലും യഥാർത്ഥ ആവശ്യം 4900 മെഗാവാട്ടിനടുത്തെത്തി. ഇത് സംസ്ഥാനത്തിന്റെ വൈദ്യുതി സംവിധാനത്തിന് വലിയ സമ്മർദ്ദമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കേരളത്തിന് സ്വന്തം വൈദ്യുതി ഉൽപ്പാദനം മാത്രം ഈ ആവശ്യം നിറവേറ്റാൻ മതിയാകുന്നില്ല. സംസ്ഥാനത്തിനകത്തെ ഉൽപ്പാദനം വളരെ പരിമിതമാണ്. കേന്ദ്ര നിലയങ്ങളിൽ നിന്നും ദീർഘകാല കരാറുകളിലൂടെയും വൈദ്യുതി ലഭിക്കുന്നുണ്ടെങ്കിലും ഏകദേശം 900 മെഗാവാട്ടിന്റെ കുറവാണ് ഇപ്പോൾ നേരിടുന്നതെന്ന് KSEB വ്യക്തമാക്കുന്നു. ഈ കുറവ് പരിഹരിക്കാൻ ഹ്രസ്വകാല കരാറുകളിലൂടെ കൂടുതൽ വൈദ്യുതി വാങ്ങാൻ ശ്രമിച്ചെങ്കിലും രാജ്യവ്യാപക ക്ഷാമം കാരണം അതും വിജയിച്ചില്ല. പവർ എക്സ്ചേഞ്ചുകളിലും ആവശ്യത്തിന് വൈദ്യുതി ലഭ്യമല്ലെന്നാണ് KSEBയുടെ വിശദീകരണം. ഇതേ തുടർന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. യോഗത്തിൽ പരമാവധി വൈദ്യുതി വാങ്ങാൻ ശ്രമിക്കാനും അതോടൊപ്പം ഗ്രിഡിന്റെ സ്ഥിരത ഉറപ്പാക്കാൻ ആവശ്യമായ നിയന്ത്രണങ്ങൾ തുടരാനും തീരുമാനമായി. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് സംസ്ഥാനമൊട്ടാകെ മണിക്കൂറുകളോളം നീളുന്ന പവർ കട്ടല്ല. ഗ്രിഡിന് അമിതഭാരം വരാതിരിക്കാൻ ചില പ്രദേശങ്ങളിൽ മാത്രമായി പരിമിതമായ സമയത്തേക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് എന്നാണ് KSEB വ്യക്തമാക്കുന്നത്. എന്നാൽ പൊതുജനങ്ങൾക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. പ്രത്യേകിച്ച് വൈകിട്ട് 6 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള സമയത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം പരമാവധി കുറയ്ക്കുക. ആവശ്യമില്ലാത്ത ലൈറ്റുകളും ഫാനുകളും ഓഫാക്കുക. എയർ കണ്ടീഷണറുകളുടെ ഉപയോഗം പരിമിതപ്പെടുത്തുക. കഴിയുന്നിടത്തോളം കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഓഫ് പീക്ക് സമയത്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഓരോ വീടും ചെറിയ തോതിൽ വൈദ്യുതി ലാഭിച്ചാൽ പോലും സംസ്ഥാന തലത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇനി ചോദ്യം ഇതാണ്: മഴ ശക്തമായാൽ ഈ പ്രതിസന്ധി അവസാനിക്കുമോ? വിദഗ്ധരുടെ അഭിപ്രായത്തിൽ മഴ ശക്തമായി ജലസംഭരണികളിൽ വെള്ളനിരപ്പ് ഉയരുകയും രാജ്യത്തെ വൈദ്യുതി ആവശ്യകത കുറയുകയും ചെയ്താൽ സ്ഥിതി മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ അതുവരെ വൈദ്യുതി ഉപയോഗത്തിൽ ജാഗ്രത തുടരേണ്ട സാഹചര്യമാണുള്ളത്. കേരളത്തിലെ രാത്രി സമയത്തെ വൈദ്യുതി നിയന്ത്രണം തുടരുന്നത് താൽക്കാലിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെങ്കിലും ഗ്രിഡിന്റെ സുരക്ഷയും വൈദ്യുതി വിതരണത്തിന്റെ തുടർച്ചയും ഉറപ്പാക്കാനാണ് ഈ നടപടിയെന്നാണ് KSEB പറയുന്നത്.